അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ടർമെലൺ കഴിക്കാം. കാണിച്ച നമ്മുടെ കലാകൊലപാതകം ഇതുണ്ട്. 2 ബോട്ടിൽ ഞങ്ങൾ പെയിന്റ് ചെയ്ത് ഉണക്കാൻ വെച്ചേക്കുകയാണ്. ഇത് അമ്മയുടെ, ഇത് അമ്മയുടെ, ഇതെന്റെ. അതെ, ഇനി ഞങ്ങളത് പിന്നെയും പെയിന്റ് ചെയ്യും. അറിഞ്ഞൂടെ നമ്മൾ കറക്റ്റ് ആണോ ചെയ്തതെന്നൊന്നും അറിഞ്ഞൂടെ. ബട്ട് സ്റ്റിൽ നമ്മൾ പഠിക്കും അല്ലേ അമ്മയെ? നാളെ ചെയ്യാൻ. ഇപ്പൊ എന്തോ അമ്മ ഹോംവർക്ക് ചെയ്യുന്നേ? എന്റെ അമ്മ പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാട്ടും കാണാൻ. അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. അത് അച്ഛനായിരിക്കും പറഞ്ഞ. കാർട്ടൂൺ കാണുന്നതിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യം എഴുത് കേട്ടോ. എടി കള്ളിപ്പെണ്ണേ. ഓൾമോസ്റ്റ് ഡൺ. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയ തീർന്നു. കുദാഹവ. എന്തൊക്കെയുണ്ട് നമ്മുടെ വീട്ടില് പൊന്നൊന്ന് പറഞ്ഞേ. നോക്കാതെ പറയണം. നോക്കാതെ പറ. ബീട്രൂട്ട് ഉണ്ട്. എന്തോ ടൊമാറ്റോസ്. പിന്നെ സ്ട്രോബെറി ഒക്കെ തീർന്നു. സീസൺ പോയില്ലേ. അത് കുഞ്ഞു ടൊമാറ്റോ. പിന്നെ എഗ് പ്ലാന്റ്. അതിന്റെ മലയാളം എന്തുവാ? വഴുതനങ്ങ. ടൊമാറ്റോയുടെ മലയാളം എന്തുവാ? തക്കാളി. ബീട്രൂട്ടോ? ബീട്രൂട്ടിന് മലയാളം ഇല്ല. അമ്മയ്ക്ക് പറഞ്ഞൂടെ ബീട്രൂട്ടിന് മലയാളം ഉണ്ടോന്ന്. എന്തിയാമി അച്ഛൻ വേണ്ട റെഡി ആയിട്ട് ഒരു പാത്രവും സിസേഴ്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ ചേട്ടാ. ഒരു തുള്ളിയേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ കുറേ ദിവസമായിട്ട് തക്കാളിയൊക്കെ നമ്മുടേത് പഴുത്തു പോകും ഇനി നമ്മൾ പറിച്ചില്ലെങ്കിൽ. അല്ലേ ഏട്ടാ? എനിക്ക് പറിക്കാം. പിന്നെ ചീരയുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ചീരക്കകത്ത് ഫുൾ ഇങ്ങനെയായി. ഇനിയിപ്പോൾ ഇതിൻ്റെത് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സീഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അടുത്ത വർഷം യൂസ് ചെയ്യാം. നമ്മൾ എടുക്കാൻ പോകുന്നത് വഴുതനങ്ങ. വഴുതനങ്ങ. ഈ വഴുതനങ്ങ നമ്മളങ്ങ് ഹാർവെസ്റ്റ് ചെയ്യാം കേട്ടോ. അതെ, ഒരു വഴുതനങ്ങ തൽക്കാലം പറിച്ചാൽ മതി അല്ലേ ഏട്ടാ? ഇത് ഞാനാ പറഞ്ഞ. നമുക്ക് കിട്ടിയ വിളവ് വഴുതനങ്ങ. ഇനി നിന്ന് ഇത് ശരിയാവത്തില്ല. നോക്ക്. ഇത് ചീത്തയൊന്നും ആയില്ല. പക്ഷെ ലെങ്ത് വെക്കത്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇനി നമുക്ക് 2 എണ്ണം അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു തക്കാളി ഉണ്ട് കണ്ടോ. ഇങ്ങനെ കൊലത്തക്കാളിയായിട്ട് ഇവിടെ കണ്ടോ. ഇവിടെയുണ്ട്. ഇതിന്റെ ഇടയിൽ ജാമായിട്ട് കുറച്ച് ഇരിപ്പുണ്ട്. അങ്ങനെ തക്കാളി ഉണ്ട്. ചേട്ടന്റെ പിച്ചാൻ വേണ്ടി കാത്തിരുന്ന് വെണ്ടയ്ക്ക ഫുൾ മൂത്തു പോയ കഥയെ എനിക്ക് പറയാനുള്ളൂ. അതായിട്ടില്ല. ഇനി സാമ്പാറിന് വല്ലതും എടുക്കാം. ഇത് മൂത്തോ? അയ്യോ, എങ്കിൽ പറിക്കണ്ടായിരുന്നു നമുക്ക്. ഇനി അടുത്തത് ഇത് മൂത്തോ? രണ്ട് വേണ്ടൊക്കെ കിട്ടി, പക്ഷെ മൂത്ത് പോയി. തക്കാളി കിട്ടി. ഇത് കണ്ടോ, ഇത് പഴുപ്പ് കൂടിപ്പോയി. അതാണ് ഇതിന് പറ്റിപ്പോയത്. കണ്ടോ, ബാൽക്കണിന്ന് നോക്കുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ്. കണ്ടോ, അത് 401 ഹൈവേ ആണ്. നല്ല രസമാണ്. ഇത് ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് ഫുൾ തക്കാളിയാണ്. 1-2 മുളകുണ്ട്. കണ്ടോ, ഒരാൾ പറിച്ചെടുത്തതുണ്ടോ. ഞങ്ങൾക്കൊരു കുഞ്ഞു ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അത് പറിച്ചെടുത്തത്. ഇത് നിൽക്കത്തില്ലായിരുന്നു കേട്ടാ. ഇല്ല, ഇതെന്തിലിടും നമ്മള്? അപ്പൊ ഇത്രയും സാധനമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നേരെ നമുക്ക് കിച്ചണിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ തക്കാളി ഇനി ഈ ആഴ്ച വാങ്ങണ്ട. ഇന്നലെ നമ്മൾ പറിച്ച വഴുതനങ്ങയും തക്കാളിയൊക്കെ ഇട്ട് ബാക്കി എക്സ്ട്രാ അഡീഷണൽ പച്ചക്കറിയൊക്കെ ഇട്ട് ഞങ്ങള് തീയലുണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞു കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കി. ഫേവറേറ്റ് പുളിശ്ശേരി, സ്രാവ് കറി ഉണ്ടാക്കി. അമ്മിക്കിപ്പോൾ കിഴങ്ങ് മെഴുക്കുരട്ടി വേണ്ട പറഞ്ഞതുകൊണ്ട് പുളിശ്ശേരി, മീൻകറിയും തീയലും ഒക്കെ എടുത്ത് നമുക്ക് ഇത് ആമിക്ക് കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഇരുന്ന് കഴിക്കാമി. രാവിലെ ആമി പുട്ടും മീൻകറിയാണ് കഴിച്ചത്. അപ്പോൾ ആമിക്ക് മീൻകറി ഇഷ്ടപ്പെട്ട്. അപ്പോൾ ആമി പറഞ്ഞേ അമ്മ മീൻകറി കൂടുതൽ വേണമെന്ന്. അല്ലേ അമ്മു? ദേഹത്താക്കരുതേ. എന്തോ പറയാൻ വന്നേ? മീനാണോ കൂടുതൽ പറഞ്ഞേ? ഇഷ്ടപ്പെട്ടോ മീന്? ആമീസ് ഇത് ആദ്യമായിട്ട് അതുകൊണ്ടാണോ ഇഷ്ടപ്പെട്ടെ?
വേണ്ടേ ഈ വെജിറ്റബിൾസ് എല്ലാം കഴിക്കണം. നമ്മുടെ വീട്ടില് വെജിറ്റബിൾ അല്ലേ, ഒന്നും കളയരുത് കേട്ടോ. അയ്യോ അങ്ങനെ പറയല്ലേ. അമ്മ വെജിറ്റബിൾ കഴിക്കുവോ? ആ അമ്മീസ് ഗുഡ് ഗേൾ ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ പച്ചക്കറി പറിച്ചു. ഇന്ന് നമ്മൾ അതിനകത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച്, ആമി കിട്ടതിനകത്ത് കാണത്തില്ലായിരിക്കും, പക്ഷെ അമ്മ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.